സ്വാമി ശരണം. എല്ലാ വർഷവും മുടങ്ങാതെ മണ്ഡലമകരവിളക്ക് മഹോത്സവത്തിന് പമ്പ വഴിയും എരുമേലി വഴിയും അയ്യപ്പ ദർശനത്തിനായി പോകാറുള്ള ഞങ്ങൾക്ക് ഇത്തവണ ആദ്യമായി വണ്ടിപ്പെരിയാർ സത്രം വഴി പുൽമേട്ടിലൂടെയുള്ള അയ്യപ്പ ദർശനം സാധ്യമായി. ഇതുവഴി യാത്ര ചെയ്ത് അയ്യപ്പ ദർശനം സാധ്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോയിലൂടെ ഞങ്ങളുടെ ഇത്തവണത്തെ യാത്രാ വിവരണം പങ്കുവെക്കുകയാണ്. പതിവ് പോലെ വൃശ്ചികമാസത്തിനു മുന്നേ മാലയിട്ട് വ്രതമെടുത്ത് മണ്ഡല ഉത്സവത്തിൻ്റെ ആദ്യ ദിനങ്ങളിൽ ശബരിമല യാത്രയ്ക്കായി പുറപ്പെട്ടു. വൃശ്ചികം 5-ന് വീടിനടുത്തുള്ള ജംഗ്ഷനിൽ നിന്നും KSRTC ബസ്സിൽ ഉച്ചയോടെ വീട്ടിൽ നിന്നും വണ്ടിപ്പെരിയാറിലേക്ക് യാത്ര തിരിച്ചു. എരുമേലി വഴി വണ്ടിപ്പെരിയാറിലേക്കുള്ള യാത്രയിൽ ഭക്തി നിർഭരമായ പേട്ടത്തുള്ളൽ കാണാൻ കഴിഞ്ഞു. എരുമേലിക്ക് ശേഷം സത്രം വരെയുള്ള മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഏറെയുണ്ട്. വണ്ടിപ്പെരിയാറിലെത്തി ഞങ്ങൾ 14 കിലോമീറ്റർ അകലെയുള്ള സത്രത്തിലേക്ക് ജീപ്പ് സർവീസ് വഴി രാത്രിയിൽ തന്നെ എത്തിച്ചേർന്നു. രാത്രിയിൽ സത്രത്തിലേക്ക് എത്തിച്ചേരുന്ന ഭക്തർക്ക് വിശ്രമത്തിനും ഭക്ഷണത്തിനും ഉള്ള സൗകര്യം ചെറിയ തുക നൽകി അവിടെ തന്നെ ലഭ്യമാണ്. അതിരാവിലെ തന്നെ ഞങ്ങൾ കുളിച്ച് തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് പോലീസ് ക്ലിയറൻസിന് വേണ്ടി കാത്തുനിന്നു. ഇവിടെ എത്തുന്ന ഭക്തർക്ക് കൃത്യം 7 മണിക്ക് തന്നെ ആധാർ കാർഡ് നൽകി ടോക്കൺ സ്വീകരിക്കാവുന്നതാണ്. ശേഷം ടോക്കൺ നമ്പർ അനുസരിച്ച് ഭക്തർക്ക് കാനനപാത വഴിയുള്ള യാത്ര അനുവദിക്കുന്നതാണ്. കാനനപാതയായതിനാൽ വന്യമൃഗങ്ങളിൽ നിന്നും സംരക്ഷണം എന്ന രീതിയിൽ ഉച്ചയ്ക്ക് ശേഷം ഈ വഴിയുള്ള യാത്ര അനുവദനീയമല്ല. അവിടുന്ന് അങ്ങോട്ട് കാനനപാത വഴിയുള്ള യാത്ര ആരംഭിക്കുകയായി. ഏകദേശം 16 കിലോമീറ്ററോളം ദൂരം വരുന്ന ഈ യാത്രയിൽ ആദ്യത്തെ 3 കിലോമീറ്ററോളം അല്പം പ്രയാസമുള്ള കുത്തനെയുള്ള മലകയറ്റമാണ്. ഈ മല കയറിക്കഴിഞ്ഞാൽ എത്തിച്ചേരുന്നത് ഭക്തിയും പ്രകൃതിയും ഒന്നായി ചേരുന്ന കാഴ്ചകളിലേക്കായിരുന്നു. ഇടയ്ക്ക് ഭക്തർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ദാഹജലവും ലഭ്യമാണ്. യാത്രാമധ്യേ കടകളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ അത്യാവശ്യം വേണ്ടുന്ന ലഘുഭക്ഷണങ്ങളും കുടിവെള്ളവും കയ്യിൽ കരുതേണ്ടതാണ്. ഈ യാത്രയിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അനുവദനീയമല്ലാത്തതുകൊണ്ട് വന്യമൃഗങ്ങളുടെ സുരക്ഷയെ കരുതി എല്ലാ ഭക്തരും അത് ദയവായി ഒഴിവാക്കേണ്ടതാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോകേണ്ട പാത. കണ്ണിനും മനസ്സിനും കുളിർമ നൽകുന്ന പുൽമേട് വഴിയുള്ള കാനന സൗധത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. പോകുന്ന വഴിയിൽ കഴിഞ്ഞ രാത്രിയിൽ വന്യമൃഗങ്ങൾ വന്നുപോയതിൻ്റെ അടയാളങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. മുൻപ് ഈ വഴി യാത്ര ചെയ്ത ഭക്തർക്ക് അകലെ നിന്നെങ്കിലും വന്യമൃഗങ്ങളെ കാണാൻ സാധിച്ചെങ്കിലും നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് ഇത് സാധ്യമായില്ല. ചെറിയ ചാറ്റൽ മഴയും തണുത്ത കാറ്റും മൂടൽ മഞ്ഞും നിറഞ്ഞ അന്തരീക്ഷമായതിനാൽ യാത്ര അതിമനോഹരമായിരുന്നു. ആദ്യത്തെ മലകയറ്റത്തിന് ശേഷം പിന്നീട് അങ്ങോട്ട് 7 കിലോമീറ്ററോളം പുൽമേട്ടിലൂടെയുള്ള നിരപ്പായ പാതകളായിരുന്നു. കുറച്ചു ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പുപാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ ഇടത്താവളത്തിലേക്ക് എത്തുന്നു. അവിടെ ടോക്കൺ വെരിഫിക്കേഷൻ കഴിഞ്ഞ ശേഷം വനം വകുപ്പിൻ്റെ കഞ്ഞിസദ്യ ലഭ്യമാണ്. മുൻപ് സൗജന്യമായി നൽകിയിരുന്ന ഈ കഞ്ഞിസദ്യ ഇപ്പോൾ ചെറിയ തുക ഈടാക്കിയാണ് വനം വകുപ്പ് ഭക്തർക്ക് നൽകുന്നത്. ശേഷം യാത്ര തുടർന്നാൽ എത്തിച്ചേരുന്നത് വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. ഈ യാത്രയിലെ ഈ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ നിന്ന് നോക്കിയാൽ ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട 2 പ്രദേശങ്ങൾ ദൃശ്യമാകും. ഒരു വശത്ത് അയ്യപ്പൻ്റെ സന്നിധാനവും മറുവശത്ത് മകരജ്യോതി തെളിയുന്ന പൊന്നമ്പലമേടും. മുൻപ് പറഞ്ഞ പോലെ ഭക്തിയും പ്രകൃതിയും ഒന്നായ കാഴ്ച. പശ്ചിമഘട്ടത്തിലെ 18 മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശബരിമല നമുക്കിവിടെ നിന്നും ദർശിക്കാൻ കഴിയും. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഏകദേശം 5 കിലോമീറ്ററോളം കുത്തനെയുള്ള ഇറക്കമാണ്. ഈ യാത്രയിലെ കഠിനമെന്ന് തോന്നുന്ന ഈ ഘട്ടം കഴിഞ്ഞാൽ നാം എത്തുന്നത് അവസാന പോലീസ് വെരിഫിക്കേഷന് വേണ്ടിയാണ്. ഇതിനിടയിൽ മനോഹരമായ കാനന ഭംഗി ആസ്വദിക്കാനും നമുക്ക് കഴിയുന്നു. വിരിവെച്ച് വിശ്രമിക്കാനും കുളിക്കുവാനുമുള്ള സൗകര്യം ഈ പോലീസ് ക്ലിയറൻസിന് സമീപം തന്നെയുണ്ട്. ശേഷം നാം എത്തുന്നത് മാളികപ്പുറം ക്ഷേത്രത്തിന് പിന്നിലുള്ള വഴിയിലൂടെ അയ്യപ്പൻ്റെ സന്നിധാനത്തിലേക്കാണ്.
ആ സന്നിധിയിൽ എത്തിയാൽ പിന്നെ ഓരോ അയ്യപ്പ ഭക്തൻ്റെയും ലക്ഷ്യം 18 പടികളും താണ്ടി തത്വമസിയിലേക്കാണ്. അതായത് ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത കാഴ്ച. ജീവാത്മാവായ മനുഷ്യനും പരമാത്മാവായ ഭഗവാനും ഒന്നിക്കുന്ന നിമിഷങ്ങൾ. സ്വാമിയേ ശരണമയ്യപ്പ. കാനനമേട്ടിലെ പൊന്നു പതിഞ്ഞൊരു ശ്രീവാഴും വീട്, കന്നിയയ്യപ്പന്റെ കുഞ്ഞു മനസ്സിലെ ഓങ്കാരക്കനൽ. നാമം ജപിക്കുമെന്നാത്മാവിലായിരം കർപ്പൂരത്തെളിവ്, നാദവേദങ്ങളൻ നാവിൽ തുളുമ്പുന്നതയ്യാ